ഹായ്, ഞാൻ മോളമ്മയാണേ ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് സൺഡേ ആണേ, സ്പെഷ്യൽ എന്തെങ്കിലും വേണം. പക്ഷെ നോയമ്പല്ലേ, അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഫ്രീസറിൽ കോളിഫ്ലവർ വേവിച്ച് തിരിപ്പുണ്ടെന്ന് കണ്ടത്. അപ്പം കോളിഫ്ലവറിലേക്ക് ഒരു പച്ചമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. മൈദയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, അതും ആവശ്യത്തിന്. നമ്മളൊരു കോട്ടിങ്ങാണ് കോളിഫ്ലവറിന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് സോയാ സോസ്, ഇത് ഡാർക്ക് സോയാ സോസാണ് എൻ്റെ കയ്യിലുള്ളത്, അതും ആഡ് ചെയ്യാം. പിന്നെ വേണ്ടിയതാണ് കോൺഫ്ലവർ, അതും ഈ ബാറ്ററിന് ഇതിനൊരു കോട്ടിങ്ങിന് ആവശ്യമായ അത്രയും ആഡ് ചെയ്യാമേ. പിന്നെ ഇത് പാവപ്പെട്ടവൻ്റെ മുളക് കൂടി ഇടുന്ന കുപ്പിയാണ് കേട്ടോ, ബൂസ്റ്റ് അല്ല. അതിനകത്തു നിന്ന് കാശ്മീരി ചില്ലി പൗഡർ അതും ആവശ്യത്തിന്, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ആഡ് ചെയ്യാം. നമ്പീസിൻ്റെ നെയ്യല്ല, പെപ്പർ പൗഡർ, അതും ആഡ് ചെയ്യാം. ഇനി കൈവച്ച് നന്നായിട്ട് കുഴച്ച് അതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വയ്ക്കാം. എനിക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് പിള്ളേർക്ക് കൊടുക്കാൻ സമയമായതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അതവിടെ മാറ്റി വയ്ക്കാം. ഇനിയും നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 സവാളയാണ്. മീഡിയം സൈസിൽ 2 സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞു. ഒരു ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിയാം. വേണ്ടിയത് ഇതിൽ ഒണിയൻ്റെ തണ്ടില്ലേ, അതാണ്, അതും കുറച്ച് ആഡ് ചെയ്ത് അരിഞ്ഞ് വയ്ക്കാം. കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ ഇഞ്ചിയുടെ കഷ്ണമാണ്, ചെറിയ കഷ്ണമേ ഉള്ളേ, അതരിഞ്ഞ് വയ്ക്കാം. കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഡാർക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പരിപാടി ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ബാക്കി ഇനിയും കാണാമേ. ഫ്രൈങ് പാൻ ചൂടായി വരുമ്പോൾ, പുതിയ ഫ്രൈങ് പാനാണ് കേട്ടോ, പഴയ ഫ്രൈങ് പാൻ മാറ്റാൻ പരാതി വന്നു, അതിന് മാറ്റിയതാണ്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കോളിഫ്ലവറിനെ കുറേശ്ശെ ഇട്ട് വറുത്ത് കോരാൻ പോവുകയാണേ. ആദ്യത്തെ ബാച്ച് മുഴുവൻ വറുത്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് ഒന്ന് മൂപ്പിക്കാം. വെളുത്തുള്ളി ഇടാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. അരിഞ്ഞു വെച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമേ. അതും കൂടി ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയിലെ ക്യൂബ്സ് ആയിട്ടുള്ള അതും കൂടെ ആഡ് ചെയ്ത് സോട്ട് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം, നമ്മൾ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്, അതും ക്യൂബ്സായിട്ട് അരിഞ്ഞത്, അതും കൂടെ ആഡ് ചെയ്ത് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. അതെല്ലാം നമ്മൾ എടുത്ത ആ കോളിഫ്ലവറിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ഇട്ടോണം കേട്ടോ. ഞാൻ എടുത്തതിൻ്റെ എമൗണ്ടിന് ആവശ്യമായ സാധനങ്ങളാണ് ഇടുന്നത്. പിന്നെ വേണ്ടത് ഡാർക്ക് സോയാ സോസ്. ഈ ഡാർക്ക് സോയയ്ക്ക് പകരമായിട്ട് ലൈറ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. എൻ്റെ ഡാർക്ക് സോയയാണ് ഉള്ളത്. പിന്നെ ആവശ്യത്തിന് പെപ്പർ പൗഡർ. ഈ സമയത്ത് ഇച്ചിരി പെപ്പർ ആഡ് ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനെ മുഴുവനായിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ലറി ആഡ് ചെയ്യാം. അതായത് കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി വെച്ചിട്ട് അത് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ ഈ കറിക്കൊരു തിക്നെസ് വരാനായിട്ടാണ്, തിക്കനിങ് ഏജൻറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സ്ലറി. പിന്നെ നമ്മൾ ആ ഉള്ളിയുടെ തണ്ടരിഞ്ഞ് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഞാൻ അതിൻ്റെ കൂടെ യൂസ് ചെയ്തത് റേഷൻ അരി വെച്ചുണ്ടാക്കിയ ഗീ റൈസാണേ. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. അത് ബസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും ആരും കണ്ടുപിടിക്കുകയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാമേ. കൊള്ളാം, അടിപൊളി. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി. താങ്ക് യു.